ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഋഷീനാണ് കേട്ടോ. ഇതാ ഇക്ക മാജിക്ക് കാണിക്കലാണ്. എനിക്ക് ആദ്യം കാണിച്ചത് ഇനി കുട്ടികളെ പറ്റിക്കാന്ന് പറഞ്ഞ് കുട്ടികളെ വിളിച്ചിട്ടുണ്ട്. അതാ ഞായറാഴ്ചയാണ് കേട്ടോ. ബ്രദറിൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ട്. പറ്റിക്കാണ്, മാജിക്ക് കാണിക്കുന്നു പറഞ്ഞിട്ട് കുട്ടികളൊക്കെ പാടെ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഇതല്ല കേട്ടോ, നമ്മുടെ നാട്ടിലിപ്പോൾ മഴ നല്ലോണം ഉണ്ട്. അതും വൈകുന്നേരത്താണ്. ഇടിവെട്ട്, കരണ്ട് പോക്ക്, അങ്ങനെ നല്ല ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഒരു കരണ്ട് പോയ കത്തുന്ന ബൾബൊക്കെ വാങ്ങിച്ചിട്ട് അതിനെയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. അതിനിടയിലാണ് കുട്ടികൾക്ക് ഇതാ മാജിക്ക് കണ്ടോ, സ്വിച്ച് ഇടാതെ ലൈറ്റ് കത്തുന്നു പറഞ്ഞിട്ട് വിളിച്ചത് കേട്ടോ കുട്ടികളുടെ. അപ്പോൾ അവർക്കത് വളരെ അതിശയം കണ്ടോ. എല്ലാവരും പൊന്നൂസിന് നല്ല അതിശയമായിരുന്നു. കണ്ടോ കണ്ടോ കത്തുന്നുണ്ടോ, എൻ്റെ മേത്ത് കറണ്ട് ഉണ്ട്, ഇമ്മാൻ്റെ മേത്തുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. ഫൈമുൻ്റെ മേത്ത് നല്ല കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിക്കാതെ കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ ഉച്ചക്കത്തെ കാര്യത്തിന് വേണ്ടി ഉള്ളി ഒക്കെ തൊലിച്ച് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവരെ കളിയൊക്കെ കാണുന്നുമുണ്ട്, ഞാൻ പണി നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇക്ക സക്സസ് ആയിക്കുന്നു. ഇക്കാൻ്റെ ശ്രമം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇട്ട് നമുക്ക് അടുക്കളയ്ക്കാണെങ്കിലും റൂമിലേക്ക് ആണെങ്കിലും ഹാളിലേക്കാണെങ്കിലും കുറച്ച് വെളിച്ചം എല്ലാവിടെയും കിട്ടും. കാരണം കറണ്ട് പോയ രണ്ടാളും ആകെ ബുദ്ധിമുട്ടായി പോകും കേട്ടോ. അവർക്ക് ഭയങ്കര പേടിയാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. വേഗം അതിനെ അങ്ങോട്ട് വാറ്റി വെക്കട്ടെ. ഇനി എന്താ കറി എന്തൊക്കെയാണ് വെക്കുകയെന്ന് പറഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കണം. മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. 10 മണിയായിട്ടും മീൻ വന്നില്ല കേട്ടോ. പിന്നെയാണ് 10:30ക്കാണ് ഒരു മീൻ വണ്ടി വന്നത്. പക്ഷെ അപ്പോൾ വാങ്ങിച്ചുണ്ടല്ലോ, പിന്നെ ആകെ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞു മുട്ട വാങ്ങിച്ചിട്ട് പോയ മുട്ട ചാറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക കടയിൽ പോയിക്കാണ് മുട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മൺചട്ടിയിലാണ് കേട്ടോ മുട്ട. മീനൊക്കെ ഞാൻ ഈ കാണുന്ന ചട്ടിയിലാണ് വെക്കാറ്. അപ്പോൾ എല്ലാം സെറ്റാക്കി ഉള്ളിയൊക്കെ തൊലിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഈ കാണുന്ന എണ്ണ തികയില്ല. അപ്പോൾ ഇക്കാനോട് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഇക്ക വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് തലേദിവസം വാങ്ങിച്ചിട്ട് വന്നാണ് കേട്ടോ എണ്ണ. അപ്പോൾ നമ്മളിതാ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് മറ്റേ അരപ്പ് വെളുത്തുള്ളി ഇഞ്ചി ഇടില്ല, വെളുത്തുള്ളിയും ചെറിയുള്ളിയും പാടെ നല്ല മിക്സ് ആക്കും കേട്ടോ. എന്നിട്ട് അതിനെ എണ്ണയിലിട്ട് നല്ല മൂപ്പിക്കും. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ മുട്ടക്കറി വെക്കും കേട്ടോ. പുളി ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അതുപോലെ തേങ്ങ ഇടാറില്ല. കാരണം തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് കറി വെച്ചാൽ കുറേ അങ്ങോട്ട് കറിയാവും. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇക്ക കറി കുറച്ച് ഒഴിക്കുള്ളൂ, ഞാനാണ് നല്ലപോലെ ഒഴിക്കുക. കുട്ടികൾ രണ്ടാളും അധികം കറി ഒഴിക്കില്ല. അപ്പോൾ വെറുതെ നമ്മളങ്ങോട്ട് വേസ്റ്റ് ആവും. അപ്പോൾ തേങ്ങ അരച്ച് കറി ഭയങ്കര കുറവാണ് കേട്ടോ ഇവിടെ വെക്കൽ. പിന്നെ കറി വെക്കൽ പൊതുവേ കുറവാണ്, ഉപ്പേരികളൊക്കെയാണ് വെക്കൽ. അപ്പോൾ തേങ്ങ അരച്ച് തീരെയും വെക്കലില്ല. മുട്ടക്കറി ഇപ്പം നമ്മൾ തേങ്ങ ഇല്ലാതെ പുളി ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതുപോലെ മുട്ടക്കറി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും പുഴുങ്ങി അങ്ങോട്ട് ഇടൽ ഇല്ല കേട്ടോ. പുഴുങ്ങി ഇട്ടാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഉടച്ച് പാരാണ് ചെയ്യുക കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെക്കാളും എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി കണ്ടു കിടന്ന് തിളയ്ക്കുന്നു. ഇനി അതിലോട്ട് ഓരോരോ മുട്ടയുടെ ഇങ്ങനെ ഓരോരോ സൈഡിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കിട്ടും. അത് നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ കഴിക്കാനും. അപ്പോൾ അത് പുഴുങ്ങിയിട്ടൊന്നും ഞാൻ ഇട്ടില്ല. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പൊന്നൂസിന് സോയാബീൻ പൊരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു. അപ്പോൾ കുറച്ചുള്ളതിനെ ഞാൻ വേഗം എടുത്ത് വെള്ളത്തിലിട്ട്, ഇനിയിപ്പോൾ അത് ഇല്ലാതെ വേണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് മുട്ടക്കറി ആയിട്ടുണ്ട്. നമ്മുടെ ചോറും വാറ്റി വെച്ചിട്ടുണ്ട്. അടുക്കളയൊന്ന് വൃത്തിയാക്കി. അപ്പോഴേക്കും ഈ കാണുന്ന തുണിയൊക്കെ ഞാൻ ഇന്നലെ കല്ല് തിരുമ്പി തട്ടെ. കുട്ടികളുടെ യൂണിഫോം ഒന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടലില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് പറ്റൂല, ഒരു കളർ വെക്കാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ കല്ലിൽ തന്നെയാണ് തിരുമ്പുന്നത്. ബാക്കിയുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് ഇതൊക്കെ ഇന്നലെ തിരുമ്പിയിട്ടതായിരുന്നു. അതിനെല്ലാം ഞാൻ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇക്ക തോരട്ട് സഹായിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ പ്രധാന ദൗത്യത്തിലോട്ട് കടന്നിരിക്കുന്നു. വേറൊന്നുമല്ല, ഹാള് വൃത്തിയാക്കണം. അതൊന്നൊന്നര വൃത്തിയാക്കില്ല. കാരണം കുട്ടികളുള്ള ദിവസം എത്ര ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ എത്രയോ ദിവസങ്ങളായി അടിച്ച് വാരി അതായത് അടിച്ച് വാരാത്ത പോലെ ആയിരിക്കും ഹാള് കിടക്കുന്നുണ്ടാവുക കുട്ടികളുള്ള ദിവസം. അപ്പോൾ ടേബിളൊക്കെ നല്ല നീറ്റായിട്ട് തുടച്ച് എടുത്ത് പിന്നെ ഇനിയിപ്പോൾ അടിച്ച് വാരണം. അതിനു മുമ്പ് ഒരു ചെയറിൽ മൊത്തം തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ അങ്ങോട്ട് ഞാൻ എപ്പോഴും തുണി മടക്കുമ്പോൾ ഇങ്ങനെ ടേബിളിൽ മടക്കി വെക്കും. ഓരോരുത്തരുടെ ആയിട്ട് സെപ്പറേറ്റ് മാറ്റി വെക്കും കേട്ടോ. എന്നിട്ടാണ് ഞാനിത് പിന്നെ നമ്മുടെ റാക്കിലോട്ടൊക്കെ കൊണ്ടുപോകുള്ളൂ. അല്ലാതെ മടക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ അടിച്ചു വാരണം, തുടയ്ക്കൽ ചിലപ്പോൾ ഞാൻ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ തുടച്ചിട്ട് കാര്യമില്ല, വൈകുന്നേരം തുടയ്ക്കണം നല്ലത്. കാരണം അവർ കളിച്ചുകൊണ്ടേ ഇരിക്കണം. എത്ര കയറണ്ടാ പറഞ്ഞാലും അവർ കയറും കേട്ടോ. അപ്പോഴേക്കും ഇക്ക എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോയതായിരുന്നു. ഇക്ക അവിടെ തകർത്ത് പണിയെടുക്കണം. കാരണം വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നീ അത് വരണ്ടെന്ന് പറഞ്ഞിട്ട്, കാരണം പിന്നെ അത് വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുറച്ച് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ നല്ല പ്രയാസമാണ്. അപ്പോൾ ഇക്ക അങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പോസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആൾ ചിരിച്ചതാണ്. അപ്പോൾ തുണിയൊക്കെ
തുണിയൊക്കെ അയ്യോ തുണിയൊക്കെ അങ്ങോട്ട് എന്താണ് തോരനുണ്ട് കേട്ടോ. അപ്പോൾ ആ പണിയും സെറ്റായി. അങ്ങനെ നമ്മുടെ ഹാളൊക്കെ വൃത്തിയായി. ഇനി എന്താ, കുളിക്കണം, ചോറിനണം, അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക, മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ